നമസ്കാരം. മേനോൻ മുഖ്യമന്ത്രിയുടെ ധവളപത്ര തന്ത്രം സൂപ്പർ. ഇനിയിപ്പോ ആർക്കും ഒന്നും കൊടുക്കണ്ടല്ലോ. ഇത്രയും കാലം പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവെന്ന് പുറത്ത് പ്രചരിപ്പിച്ചിരുന്നതിന് ശേഷം അതേ ഖജനാവിനെ ചൂണ്ടിക്കാട്ടി അധികാരത്തിൽ വന്നാൽ നിങ്ങൾക്ക് 25 ലക്ഷം രൂപ ഉമ്മൻചാണ്ടി ആരോഗ്യ പരിരക്ഷ ഓരോ കുടുംബത്തിനും. ശ്രദ്ധിക്കുക, 5 ലക്ഷം രൂപ വീതം നിങ്ങൾക്ക് പലിശരഹിത വായ്പ, സൗജന്യ ബസ് യാത്ര തുടങ്ങി പ്രലോഭന വാഗ്ദാനങ്ങൾ കൊടുത്തതിന് ശേഷം ഒരു ധവളപത്രം പുറത്തിറക്കിയിരിക്കുകയാണ്. അതും പതിവിന് വിപരീതമായി. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഫിനാൻഷ്യലുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ടല്ലാതെ പുറത്ത് ഞാൻ കുറച്ച് ക്ലയന്റുകളെ കണ്ടെത്തി വച്ചിരുന്നു. അതായത് മുൻപ് റിട്ടയർ ആയിട്ടുള്ള കേന്ദ്ര സർക്കാരിൽ വരെ ജോലി ചെയ്തിരുന്ന വ്യക്തിത്വങ്ങൾ. അവരൊക്കെ ധനകാര്യ മാനേജ്മെന്റ് കാര്യത്തിലൊക്കെ ഓക്കെയാണ്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന റിപ്പോർട്ട് പ്രകാരവും ഒപ്പം സതീശൻ എന്ന വ്യക്തി സമീപിക്കുമ്പോൾ അവർക്കൊരു ഉദ്ദേശം കാണൂലേ? ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് നടത്തുമ്പോൾ ഒരു ക്ലയൻറ്റ് വരികയാണ്. ആ ക്ലയൻറ്റിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും? അവർക്കൊരു താല്പര്യമുണ്ട്. അപ്പോൾ ഒരു വീട് വയ്ക്കണം, അതിൻ്റെ ബജറ്റ് പറയും, അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരുക്കി കൊടുക്കണം. കാര്യം ഇത്ര ബജറ്റിനകത്തുള്ളതാണ്, അത് നിങ്ങൾ ഒരുക്കി കൊടുക്കണം. അതുപോലെ എൻ്റെ ആവശ്യം ഇതാണ്, കേരളം കടക്കണിയിലാണെന്ന് പറയണം എന്ന് പറഞ്ഞാൽ മാത്രമേ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ട് നടന്ന പച്ച നുണകൾ, കാര്യം എന്നെ അങ്ങോട്ട് കയറ്റു 10 മിനിറ്റ് കൊണ്ട് എന്ത് വിഷയവും തീർക്കാമെന്ന് പറഞ്ഞ വ്യക്തി അധികാരത്തിലേറിയതിനു ശേഷം പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവിൽ നിന്ന് അദ്ദേഹത്തിന് ഇത്രയും ദിവസം സ്വന്തം ക്ലിഫ് ഹൗസ്, അതായത് ഇത്രയും കാലം ഒരു മുഖ്യമന്ത്രി താമസിച്ചിട്ട് അങ്ങോട്ട് മാറിയേ ഉള്ളൂ, അവിടുത്തെ ആഡംബര പോൾ സിസ്റ്റം പോരാ, അവിടെ ഗംഭീരമാക്കണം. അവിടെ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വന്നു കയറിയാൽ ഒരു 7 സ്റ്റാർ റിസോർട്ട് പോലെ ആക്കി മാറ്റാൻ വേണ്ടി 1.5 കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണ പ്രവർത്തനം നടത്തുകയാണ്. ഈ പൈസ എവിടെ നിന്നാണ് എടുത്ത് ചെലവാക്കിയത്? 5 പൈസ ഇല്ല, വരുമാനം ഇല്ല എന്നൊക്കെ ഇപ്പോൾ പറയുമ്പോൾ ഇത്രയും കാലം എങ്ങനെയാണ് ഈ സംസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്? വാട്ടർ അതോറിറ്റി കടം, KSRTC കടം, ഇതെല്ലാം കടം തന്നെ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക വിദഗ്ധനായിട്ടുള്ള വ്യക്തി മാതൃഭൂമിയിൽ പറഞ്ഞ പ്രതികരണം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കാര്യം ഇതിനപ്പുറത്തേക്കൊന്നും പറയാൻ പറ്റില്ല. കേരളം എന്ന് പറഞ്ഞാൽ 2019, 20, 21 കാലഘട്ടത്തിൽ ഒരു വരുമാനവുമില്ലാതെ കോവിഡ് വന്നതിന്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ അടഞ്ഞു കിടന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം വേണ്ടതെല്ലാം വരുമാനമില്ലെങ്കിൽ പോലും എത്തിച്ച് അവർക്ക് ക്ഷേമ പെൻഷൻ വരെ കൊടുത്ത ചരിത്രമാണ് കേരളത്തിനുള്ളത്. ലോകത്തുള്ള ഏത് രാജ്യം എടുത്താലും, അത് അമേരിക്ക ആയിക്കോട്ടെ അല്ലെങ്കിൽ UK ആയിക്കോട്ടെ, എന്തിനേറെ പറയുന്നു സംഘികളുടെ ഒക്കെ വിശ്വഗുരുവിന്റെ ഇന്ത്യ ആയിക്കോട്ടെ, എല്ലാ രാജ്യത്തിനും കടമുണ്ട്. കടമെന്ന് പറയുന്നത് ഒരു കുടുംബത്തിനുമുണ്ട്. നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു സംസ്ഥാനത്തെ പുതുക്കി പണിയണമെന്നുണ്ടെങ്കിൽ, ഇന്നലകളിലുള്ള റവന്യൂ നിങ്ങൾക്ക് തികയാതെ വരുമ്പോൾ കടമെടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? വികസന പ്രവർത്തനങ്ങൾ ചെയ്യണം. വികസന പ്രവർത്തനങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് റവന്യൂ വർദ്ധിക്കും. അല്ലാതെ ഒരു സംസ്ഥാനം എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റ് വെച്ചിട്ട് ലാഭം ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി അല്ല എന്നുള്ള സാമാന്യ ബോധമെങ്കിലും സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെ തലയ്ക്കകത്ത് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. കാര്യം കടമുണ്ടെന്നേ, കടം ഇന്ത്യക്കകത്തുള്ള ബാക്കിയുള്ള 28 സംസ്ഥാനങ്ങൾക്കും ഉണ്ടെന്നേ, കടം ഈ ലോകത്തിന് മുഴുവൻ ഉണ്ടെന്നേ. അതുകൊണ്ട് കേരളത്തിന്റെ കടം സംഭവബഹുലമാണെന്ന് അവതരിപ്പിക്കുന്ന വഴി നേരത്തെ കൊടുത്ത വാഗ്ദാനങ്ങൾ പലതിൽ നിന്നും എസ്കേപ്പ് ആവാനുള്ള തന്ത്രമാണെന്ന് നാട്ടുകാർ തിരിച്ചറിയുക. ഈ ഉടായ്പിൽ വീഴരുത്. ധവളപത്രം എന്നുള്ള നിലയ്ക്ക് ഫിനാൻഷ്യൽ ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ഇറക്കിയിരുന്നെങ്കിൽ എന്താണ് യഥാർത്ഥ സ്ഥിതി എന്ന് പുറത്തു വന്നേനെ. അതിനപ്പുറത്തേക്ക് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം നഷ്ടമാണ്, നമ്മുടെ വരുമാനം കുറവാണ്, കിഫ്ബി നഷ്ടമാണ്, കിഫ്ബിയിൽ നിന്നുള്ള വരുമാനം തിരിച്ചടവുണ്ട്. കിഫ്ബിയൊക്കെ സ്വന്തം നിലയ്ക്ക് പണം കണ്ടെത്തി ഈ നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നപ്പോൾ അതൊന്നും പറ്റില്ല. കിഫ്ബിയുടെ പേര് പറഞ്ഞ് കേന്ദ്രത്തിനെ കൊണ്ട് ഈ നാട്ടിൽ വായ്പാ പരിധി കുറപ്പിച്ചതാരാണ്? അതിനൊക്കെ സതീശന്റെ ബുദ്ധിയുണ്ട്. അപ്പോൾ ഇനി ആ വായ്പകളെല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് ഇങ്ങോട്ടെടുത്ത് ഈ നാടിനൊന്നും ചെയ്തില്ലെങ്കിലും ദൂർത്തടിക്കാനുള്ള തന്ത്രത്തിന് വേണ്ടി സതീശൻ സ്ക്രിപ്റ്റ് ചെയ്ത് സതീശന്റെ സംവിധാനത്തിൽ പുറത്തു കൊണ്ടുവന്ന ധവളപത്രം, ആ ധവളപത്രത്തിന്റെ ഉദ്ദേശം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് പറഞ്ഞ ഒരൊറ്റ വാഗ്ദാനവും ചെയ്യാൻ സാമ്പത്തികമില്ല എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഒരു കാര്യവും ചെയ്യാതെ എസ്കേപ്പ് അടിക്കാനുള്ള തന്ത്രമാണെന്ന് നാട്ടുകാർ മനസ്സിലാക്കുക. ഈ അവസ്ഥയിൽ തന്നെ കേരളം തുടരുന്ന സന്ദർഭത്തിൽ ഇക്കഴിഞ്ഞ ബജറ്റിലെടുത്ത് പരിശോധിച്ചാൽ കേരളത്തിന്റെ പൊതുകടത്തിന്റെ ശതമാനം കുറഞ്ഞു വരുന്നത് കാണാം. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ആകമാനം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 17ാം സ്ഥാനത്ത് മാത്രമാണ് കടമുള്ള സംസ്ഥാനങ്ങളിൽ കേരളത്തിന്റെ സ്ഥാനം. അപ്പോൾ ഒന്ന് ആലോചിക്കാലോ, കേരളം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കടമുള്ള സംസ്ഥാനം പോലും അല്ലെന്നേ. അങ്ങനെയുള്ള നാട്ടിൽ പൊടുന്നനെ ഇങ്ങനെ ഒരു തന്ത്രം പ്രയോഗിക്കുന്നു. എങ്ങനെ? ഫിനാൻഷ്യൽ ഉദ്യോഗസ്ഥരെ മൊത്തം മാറ്റി നിർത്തി പുറത്തുനിന്നൊരു തന്ത്രം പണിയുന്നു എന്ന് പറഞ്ഞാൽ സതീശന്റെ ചില നീക്കുപോക്കുകൾ ബുദ്ധിപരമായി നടത്തിക്കൊണ്ട്
ഉണ്ടാക്കിക്കൊണ്ടും ഇതിനെ വലിയ വാർത്തയാക്കിക്കൊണ്ട് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി മോശമാണെന്നൊരു വലിയ വാർത്ത ഉണ്ടാക്കിക്കൊണ്ട് ഇന്നലകളിൽ കൊടുത്ത ഒരൊറ്റ വാഗ്ദാനവും നടപ്പിലാക്കാതിരിക്കാനുള്ള കുഴിഞ്ഞ ബുദ്ധിയാണെന്ന് നാട് തിരിച്ചറിയണം. ഈ കുഴിയിൽ ചാടരുത്. ഇതൊരു തരികിട എസ്കേപ്പ് നമ്പറാണ്.